ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും അസ്ലി ഒമാനിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ പ്രവാസികളുടെ വീക്കെൻഡ്സ് ശരിക്കും ഒരു റിലാക്സിങ്ങിനും റിഫ്രഷ്മെൻറ്റിനൊക്കെ ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഒരു കുഞ്ഞു യാത്രയിലൂടെ പ്രകൃതിയുമായി കൂട്ടുകൂടാനും അതോടൊപ്പം തന്നെ ഔട്ട്ഡോർ കുക്കിങ്ങിലൂടെ ഈജിപ്ഷ്യൻ ഫുഡായ കുഷാരി പ്രിപ്പറേഷന് എങ്ങനെയെന്ന് കാണിക്കുന്ന ഒരു വ്ളോഗാണ്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ പോകുന്ന ഏരിയ ഉണ്ടോ, ഒരു നമ്മുടെ നാട്ടുപുറത്തൂടെ പോകുന്ന ഒരു ശീലമുള്ളത്. ഇവിടെ നിറയെ തെങ്ങുകൾക്ക് പകരം ഈന്തപ്പനകളാന്നുള്ളൊരു വ്യത്യാസം അല്ലേ? ശരിയാണ്. നാട്ടിലെ പോലെ ചെറിയ വീടുകളും ചെറുതായിട്ട് ഒരു മഴച്ചാറലും ഉണ്ട്. ഇവിടെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അത് നക്കൽ ഹോട്ട് സ്പ്രിംഗ് എന്നാണ് പറയാ. ഈ സ്ഥലത്തിന് ഹോട്ട് വാട്ടറാണ് ഈ മലന്റെ അടിയിൽ നിന്ന് വരുന്നത്. അതവിടെ ഒരു കുളം പോലെ കെട്ടി നിർത്തിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ അതിൽ നീന്താനൊക്കെ നല്ല രസമാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മള് വളരെ രസം. ഇവിടെ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് വെള്ളം വാതിയിലൂടെ ഒഴുകുകയാണ്. ഞങ്ങളിപ്പോൾ നക്കൽ ഹോട്ട് സ്പ്രിങ്ങിൽ എത്തിയിട്ടുണ്ട്. കാറ് നിർത്തേണ്ട താമസം, കുട്ടികൾ കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് വെള്ളത്തിൽ കളിക്കാൻ. ഈ കാണുന്നത് മലയുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന നീരുറവകളാണ്, നല്ല ഫ്രഷ് വാട്ടർ. അപ്പോൾ ആളുകൾ ബോട്ടിലാക്കിയിട്ട് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്, കുടിക്കാനുള്ള വെള്ളം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം. ഇവിടെ വരുമ്പോൾ നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ ധാരാളം കുഞ്ഞു കുഞ്ഞു ഫിഷുകളുണ്ട്. അപ്പോൾ നമ്മൾ കാലിട്ട് കൊടുക്കുകയാണെങ്കിൽ കോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫിഷ് പെഡിക്യൂർ സ്പാ തന്നെ ഇവർ നമുക്ക് തരും. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചെറു ചൂടുള്ള വെള്ളമാണ്. ഇത് മലയുടെ മടിത്തട്ടിലെ ഈ ഹോളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം. അപ്പോൾ ഒരാൾക്ക് മുങ്ങിക്കിടക്കാവുന്ന അത്ര ആഴമുണ്ട് ഈ കുഴിക്ക്. നമ്മൾ ചെറിയ കാണുമ്പോൾ ചെറുതാന്ന് വിചാരിക്കും, പക്ഷേ ഒരാളെ ഫുള്ള് മൂടാനുള്ള ഒരു താഴ്ചയുള്ള കുഴിയാണ്. ഈ വെള്ളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സീസണിലും ഈ ഹോളിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. കുട്ടികൾക്ക് കളിക്കാൻ നല്ലൊരു കുളം പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. വലിയവർക്കും കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത്.
വാദിയോട് ചേർന്ന് കുറച്ച് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ പുറത്തേക്ക് പോകണമെങ്കിൽ ഈ വാദി മുറിച്ച് കടന്ന് വേണം പോവാൻ. നെക്കൽ ഹോട്ട് സ്പ്രിങ്ങിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഇനി അതിനോട് ചേർന്ന് കിടക്കുന്ന നെക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ശാന്തസുന്ദരമായൊരു സ്ഥലം, അവിടെയാണ് ഞങ്ങൾ ഔട്ട്ഡോർ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. 갑자기 내게 나타나준 너, 난 아무 말도 할 수가 없었지. 첫눈에 반한다는 이야기가 널 보는 순간 이해가 됐어. 매번 야야야야야 불러 널 야야야야, 내 맘을 고백하려고 타이밍만 보는 나. 그런 나를 넌 보며 왜 그러냐고 묻네 너 때문에. I'm going crazy. I'm going crazy. 무뎌져 버린 내 가슴이 뛰어. I'm going crazy. Yeah. 시간은 계속 흘러만 가고 기다리다 지쳐 그만 널 놓칠까봐. 하지만 성급한 나의 ഞങ്ങൾക്ക് നല്ലൊരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നെക്കലിൽ എത്തിയപ്പോൾ ഇവിടെ പറഞ്ഞ കുട്ടികൾക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല ചൂടുള്ള വെള്ളം മലയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നൊരു നെക്കൽ ഹോട്ട് സ്പ്രിങ്, ആ ഒരു ഭയങ്കര രസമാണ് ആ വെള്ളത്തിൽ കുട്ടികൾക്ക് കളിക്കാനൊക്കെ. പിന്നെ അതിൻ്റെ കൂടെ നമ്മളെ സ്ഥിരം പരിപാടി കുക്കിംഗ്, ഔട്ട്ഡോർ കുക്കിംഗ് ഉണ്ട്. ഇന്ന് സ്പെഷ്യൽ ഫുഡാണ് കുഷാരി, പിന്നെ ചിക്കൻ ഫ്രൈ. എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ കുഷാരി ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഫ്രൈക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. മസാലയൊക്കെ സാധാരണ മസാല തന്നെ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അത് പുറമെ കുറച്ച് കോൺഫ്ലവറും ഉണ്ട്, ഒരു എഗ് വൈറ്റും ഇട്ടിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞത് മറ്റൊന്നുകൊണ്ടുമല്ല. ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം ലാസ്റ്റ് ഒരു മിനുക്ക് പണിയും കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ലാസ്റ്റ് കാണിക്കാം. എന്താ പണിയുന്നത് ഇവിടെ? ക്യാമ്പ് ഫയർ ഉണ്ടാക്കുന്നത് എന്തിനാ? വിറകോ? അതുകൊണ്ട് നിങ്ങൾ ക്യാമ്പ് ഫയർ ഉണ്ടാക്കുക രണ്ടാളും? കിലു ക്യാമ്പ് ഫയർ ഉണ്ടാക്കുക? 갑자기 내게 나타나준 너, 난 아무 말도 할 수가 없었지. 첫눈에 반한다는 이야기. ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കൻ ഫ്രൈൻ്റെ കൂടെ ലാസ്റ്റത്തെ മിനുക്ക് പണിയാണ്. സെയിം മസാലയിൽ, ബാക്കി വന്ന മസാലയിൽ അല്പം തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുത്ത് സെയിം എണ്ണയിൽ തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്ത ചിക്കനിലൊന്ന് മിക്സ് ചെയ്യുക. ഈ ചിക്കൻ ഫ്രൈൻ്റെ ടേസ്റ്റ് ഞാൻ അറിഞ്ഞത് കീക്വിഷൻ കബീർ ഖാൻ്റെ വൈഫ് ഉണ്ടാക്കി തന്നപ്പോഴാണ്. അപ്പോൾ അവർ പറഞ്ഞു തന്ന ടിപ്സാണ്. നല്ലൊരു ടേസ്റ്റും ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക.
ഇനി അടുത്തതായി ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഈജിപ്ഷ്യൻ ഫുഡായ കുഷാരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് 1.5 കപ്പ് അരി ചേർത്തിട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുഷാരിക്കുള്ള മസാല ഇട്ട് കൊടുക്കുക. ഒരു 1 ടേബിൾ സ്പൂൺ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, 1.5 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകമാണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അല്പം ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതാണ് കുഷാരിക്കുള്ള മസാല. ഇത് റൈസ് വേവിക്കുമ്പോൾ അതിലേക്ക് അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം അല്പം ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. നല്ല ചീവീടുകളുടെ സൗണ്ട് കേൾക്കാണ്ട് അല്ലേ? ഇതെന്ത് കളിയടാ? കിലോ അറിയോ? നമുക്കറിയോ കളി അറിയോ? കളി അറിയോ? ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് റെഡിയാ? ഹലോ, ഹായ് ഗേയ്സ്, അറിയോ എന്താ പരിപാടി? 매번 야야야야야 불러 널 야야야야 내 맘을 고백하려고 타이밍만 보는 나 그런 나를 넌 보며 왜 그러냐고 묻네 너 때문에 I'm going crazy I'm going crazy 무뎌져 버린 내 가슴이 뛰어 I'm going crazy അസ്ബി പന തോൽപ്പിക്കണം കേട്ടോ. തോറ്റേ ആരാ തോറ്റേ? എപ്പോ? ഇപ്പോൾ നമ്മുടെ ബസ്മതി റൈസ് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. അങ്ങനെ റൈസ് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ലെയർ ബ്രൗൺ നിറത്തിലുള്ള പരിപ്പ്, അത് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ മാക്രോണി വേവിച്ച് വെച്ചത് ഒരു ലെയർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് ചിപ്പി, വെള്ളക്കടല അല്പം വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുഷാരി സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുഷാരിക്ക് സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. ആദ്യമായിട്ട് ഒരു 4 ടൊമാറ്റോ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു സോസ് പാൻ വെച്ച് അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ശേഷം ഒരു വലിയ ഓണിയൻ എടുത്ത് പീസാക്കിയിട്ട് അതിൽ ഇട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ശേഷം കുഷാരിക്കുള്ള മസാല ഉണ്ടാക്കി വെച്ചത് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അല്പം ഉപ്പ് ഇട്ടതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഏറ്റവും അവസാനമായിട്ട് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണാണ് വിനാഗിരി ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കുക. സോസ് പരുവത്തിൽ കുറുക്കിയെടുക്കാം. ഈ സോസാണ് ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് അല്പം നട്ട്സും കിസ്മിസും ഓണിയൻ ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈജിപ്ഷ്യൻസിൻ്റെ നാഷണൽ ഫുഡായ കുഷാരി തയ്യാറാണ്.
അപ്പോൾ നമ്മുടെ കോക്കനട്ട് ചിക്കൻ ഫ്രൈയും കുഷാരിയും പപ്പടമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വിളിക്കാം. 매번 야야야야야 불러 널 야야야야 내 맘을 고백하려고 타이밍만 보는 나 그런 나를 넌 보며 왜 그러냐고 묻네 너 때문에 I'm going crazy I'm going crazy 무뎌져 버린 അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ ബൈ ബൈ. Thank you for watching. Bye.